ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴികളുടെ തീറ്റക്രമവും എങ്ങനെയാണ് നിങ്ങൾ കോഴികളിനെ പരിപാലിക്കുന്നത്, നിങ്ങൾ കോഴികൾക്ക് എത്ര നേരമൊക്കെയാണ് നിങ്ങൾ ഫുഡ് കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വിധമൊക്കെ ഞാൻ വീഡിയോ ചെയ്യാറ്. ഓരോരുത്തർ എന്നോട് വാട്സപ്പിലൂടെ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ താത്ത അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതൊക്കെയാണ് കേട്ടോ കണ്ടൻ്റാക്കിയിട്ട് വീഡിയോ ചെയ്യാറ്. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദം ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചോദിച്ചിട്ടുള്ളത്, നിങ്ങളെങ്ങനെയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, എത്ര നേരം കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നൊക്കെ. പിന്നെ ചോദിച്ചിട്ടുള്ളത്, നിങ്ങളെങ്ങനെയാണ് ഇത്രയും കോഴികളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത്, എങ്ങനെയാണ് അവരെ കൂട് സെറ്റാക്കിക്കുന്നത്, കൂടിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ കൂടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പോയാൽ കാണാൻ ഞാൻ കോഴിക്കൂടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയല്ല, നിങ്ങൾക്ക് ഒന്നും കൂടി വിശദമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. ഞാനെന്നുള്ളൂ. ഇപ്പം എനിക്ക് ട്രൈപ്പോഡൊന്നും ഇല്ല. ഞാനെന്നെ കയ്യിൽ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ കൂടിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഭക്ഷണക്രമം നോക്കാം, എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് എന്നുള്ളത്. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ പുറത്തുനിന്ന് വാങ്ങണ തീറ്റ കൊടുക്കും, പാക്കറ്റ് ഫീഡ് കൊടുക്കാറുണ്ട്. അത് ഒരു നേരമേ കൊടുക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മളെ വീട്ടിലത്തെ ഫുഡ് വേസ്റ്റും അതേപോലെ ചോളത്തവിടും കണ്ടതൊക്കെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒക്കെ കൊടുക്കും. പിന്നെ അസോള കൊടുക്കും, അങ്ങനെ. പക്ഷെ ഇതെങ്ങനെ എത്ര നേരം കൊടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഫുഡ് കൊടുക്കുന്നത് ഒരുവിധമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് എത്ര നേരം കൊടുക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ലെയർ പെല്ലറ്റും ലെയർ മാഷും അതൊന്നും ഞാൻ നനച്ച് കൊടുക്കാറില്ല. ഞാൻ ലെയർ പെല്ലറ്റാണ് കൊടുക്കാറ്, ലെയർ മാഷ് ഞാൻ മേടിക്കാറില്ല. അത് ഞാൻ ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കാറുള്ളൂ. അത് അവർക്ക് എനിക്കൊരളവ് പാത്രമുണ്ട്. ആ പാത്രത്തിൽ ഒരു പാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് ഞാൻ കൂട്ടിലാണ് ഇട്ട് കൊടുക്കുക. മുട്ടയിടുന്ന കോഴികൾക്ക് കൂട്ടിലാണ് ഇട്ട് കൊടുക്കുക. ഇവിടെ പുറത്ത് ഇട്ടാൽ മുട്ടയിടാത്ത കോഴികളെയും ഇവിടെ വിടുന്നുണ്ടല്ലോ, അപ്പോൾ അവർ തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ലെയർ പെല്ലറ്റ് എപ്പോഴും ഞാൻ കോഴികളുടെ കൂട്ടിൽ, അവിടെ വലിയ കൂട്ടിലാണ് ഇട്ട് കൊടുക്കുക. അവിടെ പാത്രമുണ്ട്, ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനൊരു 10-11 മണി ആകുമ്പോഴത്തേന് അവരെ വിടണമ്പോഴത്തേനും അവരാ മുട്ടത്തീറ്റ മൊത്തം അവിടെ തിന്നും. ഈ കുട്ടികൾ ഇവിടുന്ന് വിടുന്ന 3 മാസം 2-2.5 മാസമായുള്ള കുട്ടികളെയൊക്കെ ഞാൻ പുറത്ത് ഇങ്ങോട്ട് വിടും. അവരൊന്നും ആ കൂട്ട് കയറിയിട്ട് ആ മുട്ടത്തീറ്റ തിന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ടയിടാത്ത കോഴികൾക്ക് മുട്ടത്തീറ്റ കൊടുക്കരുത്. അവർക്ക് ഗ്രോവറും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് വേസ്റ്റും അതേപോലെ അസോള, പുല്ല്, അങ്ങനെ എന്തും കൊടുക്കുക. പക്ഷേ മുട്ടത്തീറ്റ മാത്രം അവർക്ക് കൊടുക്കരുത് കേട്ടോ. മുട്ടയിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മുട്ടത്തീറ്റ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ചോളത്തവിടും അതേപോലെ ഫുഡ് വേസ്റ്റും പഴത്തിൻ്റെ തൊലി, ഫ്രൂട്ട്സിൻ്റെ തൊലി, അതേപോലെ പച്ചക്കറിയുടെ തൊലി, അങ്ങനെ എല്ലാതും ഞാൻ അരിഞ്ഞ് അതിലേക്ക് ചോളത്തവിടും മിക്സ് ചെയ്തിട്ട്, അതേപോലെ ഫീഡപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ നമ്മളുടെ കഞ്ഞിക്കുറുക്കൾ, പനിക്കുറു, അങ്ങനത്തെ എന്തൊക്കെയാണോ എനിക്ക് മിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 10-12 മണിയാവുമ്പോൾ ഈ ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഫുഡ് അവിടെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കൊടുക്കില്ല. ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഞാൻ ഫുഡ് കൊടുക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ആ മറ്റേ ഫുഡ് കഴിഞ്ഞാൽ ഈ ഫുഡ് ചോളത്തോടൊക്കെ മിക്സ് ചെയ്ത ഫുഡ് ഞാൻ കൊടുക്കും. അത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു 4 മണി 4:30 ഒക്കെ ആകുമ്പോഴത്തേനും ആ 2 പാത്രത്തിലുള്ളതും അവരെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ആ ഫുഡ് ഞാൻ മറ്റേ കൂട്ടിലുള്ള എല്ലാ കോഴികളും തുറന്നു വിടും. നമ്മൾ മുട്ടയിടാത്ത കോഴികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾ, 3 മാസം 4 മാസമുള്ള കുട്ടികളെയൊക്കെ തുറന്നു വിട്ടിട്ട് അവരും എല്ലാവരും കൂടി തിന്നും. ഇവർക്ക് വലിയ കോഴികൾക്ക് ഞാൻ കൂട്ടിൽ മുട്ടത്തീറ്റ കൊടുക്കുന്ന സമയം ഇവർക്ക് ഞാൻ ഇവിടെ കൂട്ടിൽ ഗ്രോവറും വെച്ച് കൊടുക്കും കേട്ടോ. ഗ്രോവറും വെച്ച് കൊടുക്കും. എന്നിട്ട് അവരുടെ ഗ്രോവർ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കൂടെ അടച്ചിടുക ചെയ്യാം. മറ്റേ കോഴികളിഞ്ഞ് കയറി തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടെ അടച്ചിടും. രാത്രി വൈകുന്നേരം കൂട്ട് കയറുന്ന സമയത്ത് വീണ്ടും അവർ തിന്നും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുട്ടത്തീറ്റ തിന്നാൻ പാടില്ലല്ലോ അവർക്ക്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അതൊക്കെ നമ്മളുടെ രീതിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. നമുക്ക് കൊടുക്കാൻ പാടില്ലെങ്കിൽ അതെങ്ങനെയാണോ നിങ്ങൾക്ക് അവർ തിന്നാത്ത രീതിയിൽ സംഘടിപ്പിക്കാൻ പറ്റുക വെച്ചാൽ അതുപോലെ ചെയ്യുക. കാരണം 2-3 മാസമൊക്കെ ആയ കോഴികൾ കൂട്ടിൽ തന്നെ നിൽക്കുമ്പോൾ അവർക്കൊരു മുഷിപ്പാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നേരെ ഇവരെ തുറന്ന് ഇടുമ്പോൾ അവരെയും തുറന്നു വിടും. പക്ഷേ മുട്ടത്തീറ്റ തിന്നാതിരിക്കാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ അവർക്ക് ഇടനേരത്ത് എന്ത് ചെയ്യും, അസോള വാരി കൊടുത്തിട്ട് അത് കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വേനൽക്കാലമായ കാരണം കൊണ്ട് എനിക്ക് പുല്ലൊന്നും കിട്ടാനില്ല കേട്ടോ. മറ്റേത് ഞങ്ങളെ മുമ്പാരത്തെ റോട്ടിൽ നിന്ന് ഞാൻ പുല്ലൊക്കെ
അരിഞ്ഞ് കൊടുന്ന് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ ഈ വേനൽക്കാലം ആയ കാരണം കൊണ്ട് എനിക്ക് പുല്ലൊന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അസോളയാണ്. അപ്പോൾ അസോള ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ പപ്പായയുടെ ഇല, ചായമനസിൻ്റെ ഇലയൊക്കെ കിട്ടുമ്പോൾ അതും ഇട്ട് കൊടുക്കും. ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അസോള ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ എപ്പോഴും ഫുഡ് വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഫുഡ് വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വമ്പ നഷ്ടം വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതാ അവിടെ വെച്ച് കൊടുത്ത പാത്രത്തിലൊക്കെ ഫുഡുണ്ട്. അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും കഴിയുമ്പോൾ ആ പാത്രമൊക്കെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അവിടെ വെക്കും. പിറ്റേ ദിവസമാണ് എടുക്കുക. അപ്പോൾ ഡെയിലി നിങ്ങൾ വെള്ളപ്പാത്രവും പിന്നെ തീറ്റപ്പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഫംഗസ്, പൂപ്പൽബാധ വന്ന് പെട്ട് കഴിഞ്ഞാൽ കോഴികൾ പെട്ടെന്ന് ചാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഇവരെങ്ങനെ അസുഖമൊന്നുമില്ലാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണത് എന്ന്. ഇപ്പോൾ ഇവർ തിന്നണത് അരിയാണ്. ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുകയാണ് അവരുടെ വയറൊന്നും അങ്ങനെ. കോഴികൾക്ക് പിന്നെ എപ്പോഴും നിങ്ങൾ ഫുഡ് ഇട്ട് കൊടുക്കണ്ട. നിങ്ങളൊരു മെനു ഉണ്ടാക്കി വെക്കുക, അതിനനുസരിച്ചിട്ട് കോഴികൾക്ക് ഫുഡ് കൊടുക്കുക. അവർക്ക് ഫുഡ് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ചകഞ്ഞ് ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ഫുഡിനോടുള്ളൊരു ആർത്തി വേണം, എന്നാലാണ് അവർ നല്ല കഴിക്കുക. അപ്പോൾ 12-12:30 ആകുമ്പോൾ നമ്മൾ ഈ മറ്റേ ചോളത്തോടും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു 4-4:30 വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും പാത്രത്തിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, അരിയാണെങ്കിൽ അരി കുറച്ച് കൊടുന്നിട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുത്തിട്ട് അതാണ് കേട്ടോ ഇപ്പോൾ ഇവർ ഈ തിന്നണത്, അരി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ നമ്മൾ 3 നേരം ഫുഡ് കൊടുക്കുക. രാവിലെ മറ്റേ തീറ്റ കൊടുക്കുക, ഉച്ചയ്ക്ക് മറ്റേ ചോളത്തോടിൻ്റെ തീറ്റയും കൊടുക്കും, വൈകുന്നേരം ഒന്നുമില്ലെങ്കിൽ അരി കൊടുക്കും, അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കും. ഇതിൻ്റെ ഇടയിൽ മുരിങ്ങൻ്റെ ഇല കിട്ടുമ്പോൾ അത് കൊടുക്കും, അല്ലെങ്കിൽ അസോള കൊടുക്കും. അങ്ങനത്തെ പുല്ല് വർഗ്ഗങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഈ തീറ്റ ഇട്ട് കൊടുക്കണുണ്ടോ, ഈ തീറ്റ ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളെല്ലാ കോഴികളും ആക്റ്റീവാണോ, അവരെ എങ്ങനെയാണ്, ആരൊക്കെയാണ് തീറ്റ തിന്നാതെ ഇരിക്കുന്നത്, ആരൊക്കെയാണ് തൂങ്ങി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് തൂങ്ങൽ ഒരസുഖത്തിൻ്റെ ലക്ഷണമാണെന്ന്. നമുക്കിപ്പോൾ പനി വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരാനുള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ കാണുക. അതേപോലെ തന്നെയാണ് കോഴികൾ തൂങ്ങി നിൽക്കുക ചെയ്യുക, അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ. അപ്പോൾ തീറ്റ തിന്നാണ്ട് കോഴികൾ ഏതെങ്കിലും തൂങ്ങി നിൽക്കണുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ കോഴികളെ വിടുന്ന സമയത്ത് നമ്മൾ കൂട്ടിൽ കയറി നോക്കുക, ഏതെങ്കിലും പുറത്തിറങ്ങാതെ നിൽക്കണുണ്ടോ, എന്തെങ്കിലും അസുഖമായിട്ട് നിൽക്കണുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോഴീനെ വേറൊരു കൂട്ടിലേക്ക് മാറ്റിയിട്ടതിൻ്റെ ശേഷം നമ്മൾ ആദ്യം നാടൻ മരുന്നൊക്കെ കൊടുത്ത് നോക്കുക. ആദ്യം ഇംഗ്ലീഷ് മരുന്ന് കൊണ്ടുപോയി കൊടുക്കരുത്. ആദ്യം നമ്മൾ തുളസിയും കഞ്ഞിക്കുറുക്കൾ, ആര്യവേപ്പ്, പച്ചമഞ്ഞളൊക്കെ അരച്ചിട്ടുള്ളൊരു ഈ മൈലാഞ്ചിക്കൊക്കെ അരക്കണ പോലെ പേസ്റ്റ് പോലെ അരച്ചിട്ട് ആദ്യം 3 നേരം അവരെ വായിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് 2 ദിവസം വെച്ച് കൊടുത്ത് ഫുഡും കൊടുത്താൽ തന്നെ ഏകദേശം അവർ ശരിയാവും. അങ്ങനെ കണ്ട് തുടങ്ങിയെന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ആ കോഴിക്കും കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഇവിടെയുള്ള കോഴികൾക്കൊക്കെ അരച്ചിട്ട് അങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ കോഴികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള കാരണം കൊണ്ട് കോഴികൾക്കൊന്നും അങ്ങനെ അസുഖം വരില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അസുഖം വരുന്നേക്കാട്ടിലും മുന്നേ നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കണേക്കാട്ടിലും നല്ലത് വരാതിരിക്കൽ നോക്കലാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഈ ആയുർവേദ കൂട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോഴികൾക്ക് ഇങ്ങനെ നമ്മൾ ചോളത്തോടും ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കില്ലേ, അതിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ വെളുത്തുള്ളി, ചുവന്നുള്ളി, സബോള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അരച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കോഴികൾക്ക് ഒരു അസുഖം വരില്ല. പിന്നെ നമ്മൾ നോക്കുന്നിടത്താണ് നമ്മൾ കുറച്ച് തീറ്റിയിട്ട് കൊടുത്ത് നമ്മൾ കോഴികളെ ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കോഴികൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പം നിങ്ങളങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളങ്ങനെ ഇതൊന്നും കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെ കോഴികൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ 2 കോഴീന്ന് തുടങ്ങിയതാണെന്ന്. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ നല്ല കോഴികളുണ്ട്. അപ്പം നമ്മളത് എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡായതുകൊണ്ടും നമ്മളെ ഇഷ്ടപ്പെട്ടൊരിതായതുകൊണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭാരമല്ല. നമ്മൾ 3 നേരം ഇവരെ അടുത്ത് വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണ് കേട്ടോ. അത്ര റിസ്ക് ഉള്ളൊരു പണിയൊന്നുമല്ല കോഴി വളർത്തൽ. പക്ഷേ ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാവണം, എന്നാലുള്ളൂ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും നന്നായിട്ട് കോഴികളെ വളർത്താം കേട്ടോ. ഇത് വലിയ റിസ്ക്കുള്ള പണിയൊന്നുമല്ല. റിസ്ക് ഉണ്ടോ ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് വേണ്ടത് നല്ല ശ്രദ്ധയാണ്. അല്ലാതെ വെറുതെ കുറച്ച് തീറ്റയും കൊണ്ടിട്ട് കൊടുത്ത് അവരെ നോക്കാതിരുന്നാലൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഇതിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടിയില്ലേ? ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ. താങ്ക് യു.